ഹലോ, മിസ് കുക്കിംഗ് ഡെലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴുത്ത ചക്ക വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ്. നമുക്ക് ചക്കയുടെ ചുള കുരുവൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ ചക്കയുടെ ചുളയ്ക്ക് കുരുവൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തു. ഇതിലേക്ക് 2 ശർക്കര എടുത്തിട്ടുണ്ട്, ശർക്കരപ്പാനി ഉണ്ടാക്കാൻ. നല്ല മധുരമുള്ള ചക്കയാണ്, അതുകൊണ്ട് 2 ശർക്കര എടുത്തിട്ടുള്ളൂ. മധുരം കുറവാണെങ്കിൽ ശർക്കര കൂടുതലെടുക്കാം. ഇതിനി ശർക്കരപ്പാനി ഉണ്ടാക്കാം. നമ്മളെ ശർക്കരപ്പാനി റെഡിയായി, നമുക്ക് തയ്യാറാക്കാൻ പോവാം. അങ്ങനെ നമ്മൾ 1 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ചക്ക ഇട്ട് കൊടുക്കാം. നല്ല മിക്സ് ചെയ്യുക. നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെക്കാം. നമ്മൾ അടച്ചു വെച്ചു. നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. നമുക്ക് നമ്മളെ ചക്കയൊക്കെ നല്ല വാടി വന്നിട്ടുണ്ട്. നമുക്ക് നേരത്തെ എടുത്ത് വെച്ച് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാം. അത് അരിച്ചിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ. ശർക്കര അത് നമ്മുടെ അരിച്ച് വെച്ചതാണ്. ഇതെല്ലാം കുറച്ച് കുറുകി വരും. ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് കുറുകി വരട്ടെ. നല്ല തിളച്ചിട്ട് നമ്മളൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ചക്കയും ശർക്കരയും കുറുകി വന്നിട്ടുണ്ട്. നമുക്കൊരു സ്വല്പം ഉപ്പിട്ട് കൊടുക്കുക, കൂടിപ്പോകരുത്, ഒരു പിഞ്ച്. നല്ല മിക്സ് ചെയ്യുക. ഇനി ഒരു 1/2 കപ്പ് തേങ്ങ കൂടി ഇട്ടിട്ട് മിക്സാക്കുക. നല്ല മിക്സ് ചെയ്യുക. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനലിൽ പോയാൽ വേറെ റെസിപ്പികളുണ്ട്, എല്ലാതും കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടും, ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുന്നുണ്ടും, അതിൻ്റെ അടുത്തുള്ള ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നുണ്ടും. ഒന്നുകൂടി ഒന്നിട്ട് ടൈറ്റാകട്ടെ, കുറച്ച് നമ്മൾ ഇളക്കി കൊടുക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മൾ അടിപൊളി റെസിപ്പി റെഡിയായി. നമുക്ക് തീ ഓഫ് ചെയ്യാം, എന്നിട്ടൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മൾ പഴുത്ത ചക്ക കൊണ്ടുള്ള അടിപൊളി റെസിപ്പി റെഡിയായി. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൊണ്ടും. ചായയിൽക്കും ഒക്കെ നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത രൂപവുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.